ഇതാണ് ലീഗിന്റെ നിലപാട്. ഇതിനിടെ ശക്തി തെളിയിക്കാൻ പൊതുസമ്മേളനം അടക്കം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുകയാണ് PV അൻവർ. ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങളുടെ ചില തെളിവുകളും ഇന്ന് പുറത്തുവിടുമെന്ന അൻവറിന്റെ പ്രഖ്യാപനമുണ്ട്. അൻവറിന്റെ ഇന്നത്തെ നീക്കം പ്രസക്തമാണ്. ഒപ്പം തന്നെ ഇടതു നേതൃത്വം UDF ക്യാമ്പ് എങ്ങനെ ഈ രാഷ്ട്രീയത്തെ കാണുന്നു എന്നതും നമുക്ക് വിശദമായി പരിശോധിക്കാം. CV അനുമോദ്, VV അരുൺ, ഒപ്പം R കിരൺ ബാബു ഉണ്ട്. ആദ്യം അനുമോദ്, അൻവർ ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്ക് തുടർച്ചയായി ഇന്നൊരു നീക്കം പറഞ്ഞിരുന്നു. അദ്ദേഹം കൊണ്ടോട്ടിയിലെത്തി ഇതിന്റെ ചില തെളിവുകൾ പുറത്തുവിടുമെന്നും അത്തരം നീക്കങ്ങൾ മാധ്യമങ്ങളെ അടക്കം ക്ഷണിച്ചിരുന്നു. അദ്ദേഹം എവിടെയാണ് ഇപ്പോഴുള്ളത്? അത്തരം നീക്കം ആരംഭിച്ചോ? വേഗത്തിൽ. സജിത്ത്, അദ്ദേഹം ഇപ്പോൾ ഇടവണ്ണ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണുള്ളത്. ഇന്ന് കൊണ്ടോട്ടിയിലേക്ക് അദ്ദേഹം വരില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കൊണ്ടോട്ടിയിലെത്തി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്ന സ്വർണം അത് വെരിഫൈ ചെയ്യുന്ന ഗോൾഡ് സ്മിത്ത് അയാൾ അനധികൃതമായിട്ട് ഈ സ്വത്ത് സമ്പാദിക്കുന്നു, ഈ സ്വർണത്തിന്റെ ലാഭം അയാൾക്ക് ലഭിക്കുന്നു എന്നൊക്കെയാണ് അൻവറിന്റെ ആരോപണം. അപ്പോൾ അയാളുടെ സ്വത്ത് എത്രമാത്രം ഉണ്ടെന്ന് പോലീസ് പറയുന്നത് അയാൾ പാവമാണ്, പക്ഷെ അങ്ങനെയല്ലെന്ന് ഞാൻ കാണിച്ചു തരാം എന്നായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഇടവണ്ണ ഒതായിലെ വീട്ടിലാണുള്ളത്. അദ്ദേഹം കൊണ്ടോട്ടിയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ഇനിയുള്ള മണിക്കൂറിൽ നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ വരാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം. ലീഗിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു, കോൺഗ്രസിന്റെ പ്രതികരണം വരാനിരിക്കുന്നു. 11:30 VD സതീശൻ UDF-ന്റെ തീരുമാനം കോഴിക്കോട് നിന്ന് മാധ്യമങ്ങളോട് പറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഏറെ അൻവർ ഇന്നലെ ഉയർത്തിവിട്ട ആ കൊടുങ്കാറ്റിന്റെ തുടർചലനങ്ങൾ അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇനി ഇതിൽ പ്രതികരണങ്ങൾ നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും ഇന്ന് കൊണ്ടോട്ടിയിലേക്ക് അദ്ദേഹം എത്തില്ല എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ലഭ്യമാകുന്ന വിവരം. അതേസമയം അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും ഇതിനോടകം തന്നെ ഫ്ലക്സുകൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ, അൻവറിന്റെ വീടിന് മുമ്പിൽ തന്നെ CPM-ന്റെ വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്ന തലക്കെട്ടോടെ ഫ്ലക്സ് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് തുവ്വൂരിലും ഇടവണ്ണയ്ക്ക് വിരുദ്ധമായിട്ട് തുവ്വൂരിൽ അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകളും ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അൻവറിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണയല്ല ഒരു തരത്തിലും അയാൾ ഭാവി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമാകുന്നത്. നേരെ മറിച്ച് ഗ്രൗണ്ടിൽ നിന്നുള്ള പിന്തുണ തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം വിളിച്ചു ചേർക്കാനിരിക്കുന്ന നിലമ്പൂരിലെ പൊതുസമ്മേളനം അത് അൻവറിന്റെ ശക്തി പ്രകടനമാക്കി മാറ്റുവാനുള്ള ഒരുക്കങ്ങളായിരിക്കും അൻവർ നടത്തുക. ഈ ഒരു പൊതുസമ്മേളനത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അൻവർ പുറത്തുവിട്ടിട്ടില്ല, അന്തിമ വിവരങ്ങൾ രൂപീകരിച്ചിട്ടില്ല. അതായത് ഞായറാഴ്ച നടക്കുമെന്ന് മാത്രമാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അതാണ് അൻവറിന്റെ ഇന്നത്തെ നീക്കം. അനുമോദ്, ഞാൻ വരാം മലപ്പുറത്തേക്ക്, അത് പ്രസക്തമാണ്. VV അരുണുണ്ട്.